എത്ര മറച്ചാലും എല്ലാ കുറ്റകൃത്യങ്ങളിലും പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ചിലത് അവശേഷിക്കും. തൃശൂർ മണ്ണുത്തി കുറ്റുമുക്ക് പാടത്ത് പാലക്കാട് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അത്തരമൊരു വഴിത്തിരിവുണ്ടായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ്. ഉറങ്ങിക്കിടന്ന രവിയുടെ ശരീരത്തിലൂടെ കാർ അബദ്ധത്തിൽ കയറിയിറങ്ങുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തൽ. സംഭവത്തിൽ തൃശൂരിലെ ജ്വല്ലറി ഉടമയും കുടുംബവും പിടിയിലായി. മരണകാരണം വാഹനാപകടമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് കേസിൽ നിർണായകമായത്. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിൽ കാറിന്റെ ഉടമകളെ കണ്ടെത്തുകയായിരുന്നു. തൃശൂർ ഇക്കണ്ടവാര്യർ റോഡിന് സമീപം പൂനം നിവാസിൽ വിശാൽ, ഭാര്യ ചിത്ര, പിതാവ് ദിലീപ് കുമാർ എന്നിവരാണ് പിടിയിലായത്. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. മരിച്ചത് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി രവിയാണെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 23-ന് രാത്രി 9 മണിയോടെ വിശാലും കുടുംബവും പുറത്തുപോയി തിരിച്ചുവരുന്നതിനിടെ വീടിന് മുന്നിൽ വെച്ചായിരുന്നു അപകടം. ഗേറ്റിന് സമീപത്ത് ഉറങ്ങിക്കിടന്നിരുന്ന രവിയുടെ ശരീരത്തിലൂടെ കാർ അബദ്ധത്തിൽ കയറിയിറങ്ങുകയായിരുന്നു. സംഭവം പുറത്തറിയാതിരിക്കാൻ മൃതദേഹം കാറിൽ കയറ്റി കുറ്റുമുക്ക് പാടത്ത് കൊണ്ടിടുകയായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമ്മതിച്ചു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, തെളിവ് നശിപ്പിക്കുക തുടങ്ങിയ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. 24 തൃശൂർ.